നാരായണഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ശാസ്ത്രീയത ലോകത്തിനു മുന്നിൽ പകർന്നു നൽകിയ നാരായണഗുരുവിൻ്റെ ശിഷ്യനും ഡോക്ടർ പൽപ്പുവിൻ്റെ മകനുമായ നടരാജഗുരുവിൻ്റെ 52ാമത് സമാധി ദിനാചരണം നാരായണ ഗുരുകുലം ഫൗണ്ടേഷൻ ആസ്ഥാനമായ വർക്കല നാരായണ ഗുരുകുലത്തിൽ സംഘടിപ്പിച്ചു. ഹോമം, ഉപനിഷത്ത് പാരായണം എന്നിവയ്ക്ക് ശേഷം നാരായണ ഗുരുകുലം റെഗുലേറ്റിംഗ് സെക്രട്ടറി സ്വാമി ത്യാഗീശ്വരൻ പ്രവചനം നടത്തി. തുടർന്നു നടന്ന സമാധി ദിനാചരണത്തിൽ സ്വാമി തന്മയ, ഡോക്ടർ MV നടേശൻ, ഡോക്ടർ PK സാബു, ഡോക്ടർ പ്രഭാവതി പ്രസന്നകുമാർ, ഡോക്ടർ SK രാധാകൃഷ്ണൻ, ഡോക്ടർ PK സന്തോഷ്, തലനാട് ചന്ദ്രശേഖരൻ, രജികുമാർ TR, J അജയൻ മ്ലാന്തടം എന്നിവർ സംസാരിച്ചു. നടരാജഗുരുവിനെ കാണുന്നത് നാരായണ ഗുരുവിൻ്റെ നേർ ശിഷ്യൻ എന്നുള്ള രീതിയിൽ നടരാജഗുരുവിനാൽ സ്ഥാപിതമായ ഈ നാരായണ ഗുരുകുലത്തിലെ അന്തേവാസിയായിരിക്കാനും ഉള്ള ഭാഗ്യം കിട്ടിയ ഒരു എളിയ ശിഷ്യനാണ്. പുതിയ തലമുറയ്ക്ക് പരിചയമുണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പുതിയ പഠന പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നടരാജഗുരു സെൻറ്റർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് വെൽബീയിങ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് സജ്ജമാക്കിക്കൊണ്ട് യുവജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ശക്തമായ രീതിയിലൊരു പഠന പദ്ധതി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. സൈക്കോളജി ഓഫ് അക്ഷരമാലയെ പറയും, നടരാജഗുരുവിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് അബ്സല്യൂട്ട് എന്ന പുസ്തകത്തിൻ്റെ പൂരകമായിട്ട് വേണം ഇതിനെ കാണാൻ. അതിനൊരു വേറൊരു എതിരല്ല, ഇത് പരസ്പര പൂരകങ്ങളാണ്. മനഃശാസ്ത്ര വശത്തിന് നടരാജഗുരു വികസിപ്പിച്ച ഡയലക്റ്റിക്സ് എന്ന് പറയുന്ന ചിന്താ പദ്ധതിയും അതിൻ്റെ സംരചനയും വെച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടുവന്നതാണ്. ഗുരുവിൻ്റെ ഭഗവത്ഗീത വ്യാഖ്യാനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം, ഓരോ അധ്യായം അവസാനിക്കുമ്പോൾ വ്യാസഭഗവാൻ പറയും, ഇത് ഭഗവത്ഗീത ഉപനിഷസ്തു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ. ഇത് ബ്രഹ്മവിദ്യയും യോഗശാസ്ത്രവുമാണ്, സാമൂഹ്യ ശാസ്ത്രം അല്ല. സാമൂഹ്യ ശാസ്ത്രം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അതിനെ പലപ്പോഴും മോശമായി ചിത്രീകരിക്കുന്നത്. മഹാസമാധി എന്ന് പറഞ്ഞാൽ ഒരു പൂവ് വിടർന്ന് ആ പൂവിൽ നിന്ന് സൗരഭ്യം പോവില്ലേ? പൂവിനെ വിട്ടിട്ടാണ് കായ്, അതിൻ്റെ ഇലകൾ, തണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പൂവ് വിടരുള്ളൂ. പക്ഷെ വിടർന്ന പൂവിന് അതിൽ നിന്നും നിർഗളിക്കുന്നതായ സൗരഭ്യമില്ലേ, ആ സൗരഭ്യത്തിന് ഇതുമായിട്ട് പിന്നെ യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് മഹാസമാധിയുടെ പ്രത്യേകത. അത് പിന്നെ എല്ലാത്തിനും സ്വന്തമാണ്. ജീവിതത്തിൽ വരാൻ പോകുന്ന സംഭവങ്ങൾ നേരത്തെ തന്നെ അവരുടെ ചില നിഴലുകൾ നമ്മുടെ ജീവിതത്തിൽ വീഴ്ത്തും. അത് സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ഭാവിയെ പറ്റി പോലും ചില അനുമാനങ്ങൾ നമുക്ക് നടത്താൻ കഴിയും. അത് പൊതുവിൽ പറയാൻ കഴിയുന്ന, പൊതുവിൽ ചെയ്യാൻ കഴിയുന്ന, പൊതുവിൽ ചെയ്തു പോരുന്ന ആചാര അനുഷ്ഠാനമാണ്. വൈദിക വിധി അനുസരിച്ച് നടക്കുന്ന പലമാതിരി യാഗങ്ങളും കർമ്മങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹോമം തുടങ്ങിയവ. അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് എന്താണോ ഉള്ളത്, ഉള്ളതിനെ ഉള്ളതായി അറിയുക. അങ്ങനെ അറിയാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പൂർത്തീകരണം എന്ന പോലെ ആ അന്വേഷകൻ തന്നെ അന്വേഷിക്കപ്പെടേണ്ടതിൻ്റെ പൊരുളായി ഇരിക്കുന്നതും എന്ന് പറഞ്ഞാൽ നാം ജ്ഞേയവസ്തു എന്ന് പറയുന്ന അത് തന്നെ അന്വേഷകനായിരിക്കുന്ന ജ്ഞാതാവിൻ്റെ ആത്മസ്വരൂപതയാണ്. വന്ദേ ഗുരുപരമ്പരാം. അധസ്ഥിതാനാം പരിപാലനായ കൃതാവതാര കരുണാപയോധി വേദാന്തവർത്തി ഗുരുരേവ സാക്ഷാത് നാരായണോ ഭാതി നവാവതാര. ഈ ചൊല്ലിയ ശ്ലോകം
കേരളത്തിൽ എത്ര പേര് കേട്ടിട്ടുണ്ട് എന്നെനിക്കറിയാൻ വയ്യ. ഇത് ഒരു ബ്രാഹ്മണ ബാലൻ ഗുരുദേവൻ്റെ സമാധി അറിഞ്ഞ് എഴുതിയ ഒരു ശ്ലോകമാണ്. എനിക്ക് 17ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ഗുരുകുലത്തിൽ വരുന്നത്. 1.5 മണിക്കൂർ സമയം നടരാജഗുരുവിൻ്റെ മുമ്പിലിരിക്കാൻ ആ പ്രായത്തിൽ എനിക്ക് അവസരമുണ്ടായി.